ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ഇവിടെ എന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയിലെ ഓരോ പോസ്റ്റിലേക്ക് ലഭിക്കുന്ന സാലറിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ നേവിയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നേവിയിലേക്ക് മെയിനായിട്ടും 2 പോസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് ഓഫീസർ പോസ്റ്റും അതുപോലെ തന്നെ നോൺ ഓഫീസർ പോസ്റ്റുകളും. നിലവിൽ നോൺ ഓഫീസർ പോസ്റ്റിലേക്കെല്ലാം അഗ്നിവീർ ബേസ് ചെയ്തിട്ടാണ് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത്. അപ്പോൾ നോൺ ഓഫീസർ പോസ്റ്റിൻ്റെ സാലറികളെല്ലാം അഗ്നിവീർ സ്കീമിനെ ബേസ് ചെയ്താണ്. അപ്പോൾ നിലവിലെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ നേവിയിലെ ഓഫീസർ പോസ്റ്റിലേക്ക് ഓരോ റാങ്കിലും എത്ര സാലറിയാണ് ലഭിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ അഗ്നിവീർ സാലറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നേവിയിലെ ഏറ്റവും ഓഫീസർ ലെവലിലെ ഏറ്റവും താഴ്ന്ന റാങ്കിൽ നിന്ന് തുടങ്ങാം. ഓഫീസർ റാങ്കിലെ ഏറ്റവും താഴ്ന്ന പോസ്റ്റാണ് സബ് ലെഫ്റ്റനൻ്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ലെവൽ 10 സാലറിയാണ് വരുന്നത്. അതായത് 56,100 രൂപ മുതൽ 1,77,500 രൂപ വരെയാണ് സാലറി ലഭിക്കുക. സബ് ലെഫ്റ്റനൽ റാങ്കിൻ്റെ ഉയർന്ന റാങ്കാണ് ലെഫ്റ്റനൽ റാങ്ക്. ഈ ഒരു റാങ്കിലേക്ക് ലെവൽ 10B സാലറിയാണ് വരുന്നത്. അതായത് 61,300 രൂപ മുതൽ 1,93,900 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത ലെഫ്റ്റനൽ റാങ്കിൻ്റെ ഉയർന്ന റാങ്കാണ് ലെഫ്റ്റനൽ കമാൻഡർ. ഈ ഒരു റാങ്കിലേക്ക് ലെവൽ 11 ആണ് പേ സ്കെയിൽ വരുന്നത്. അതായത് 69,400 രൂപ മുതൽ 2,07,200 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അതായത് ലെഫ്റ്റനൽ കമാൻഡറിൻ്റെ ഉയർന്ന റാങ്കാണ് കമാൻഡർ റാങ്ക്. ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റാങ്കിലേക്ക് ലെവൽ 12A ആണ് സാലറിയായി വരുന്നത്. അതായത് 1,21,200 രൂപ മുതൽ 2,12,400 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത ഉയർന്ന പോസ്റ്റാണ് ക്യാപ്റ്റൻ റാങ്ക്. ഈ ഒരു റാങ്കിലേക്ക് ലെവൽ 13 ആണ് പേ സ്കെയിൽ വരുന്നത്. അതായത് 1,30,600 രൂപ മുതൽ 2,15,900 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത ഉയർന്ന പോസ്റ്റാണ് ഈ ഒരു റാങ്കിലേക്ക് ലെവൽ സ്കെയിൽ വരുന്നത് 13A ആണ്. അതായത് 1,39,600 രൂപ മുതൽ 2,17,600 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത ഉയർന്ന പോസ്റ്റാണ് റിയർ അഡ്മിറൽ. ഈ ഒരു പോസ്റ്റിലേക്ക് ലെവൽ 14 ആണ് പേ സ്കെയിൽ വരുന്നത്. അതായത് 1,44,200 രൂപ മുതൽ 2,18,200 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത ഉയർന്ന പോസ്റ്റാണ് വൈസ് അഡ്മിറൽ. ഈ ഒരു പോസ്റ്റിലേക്ക് ലെവൽ 15 ആണ് പേ സ്കെയിൽ വരുന്നത്. അതായത് 1,82,200 രൂപ മുതൽ 2,24,100 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ വൈസ് അഡ്മിറൽ ആൻഡ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത് 16 ആണ്. അതായത് 2,05,400 രൂപ മുതൽ 2,24,400 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത റാങ്ക് നോക്കുകയാണെങ്കിൽ DGAFMS ആണ്. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ആർമഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത് ലെവൽ 17 ആണ്. അതായത് 2,25,000 രൂപയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത ഉയർന്ന റാങ്കാണ് VCNS ആണ്. അതായത് വൈസ് ചീഫ് നേവൽ സ്റ്റാഫ് ആണ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് ലെവൽ 17 ആണ് പേ സ്കെയിൽ വരുന്നത്. അതായത് 2,25,000 രൂപയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഉയർന്ന ഇന്ത്യൻ നേവിയിലെ ഏറ്റവും ഉയർന്ന റാങ്കാണ് CNS ചീഫ് നേവൽ സ്റ്റാഫ് ആണ്. ഈ ഒരു റാങ്കിലേക്ക് ലെവൽ 18 ആണ് സാലറി വരുന്നത്. അതായത് 2,50,000 രൂപയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള സാലറി. ഇങ്ങനെയാണ് ഇന്ത്യൻ നേവിയിലെ ഓരോ പോസ്റ്റുകളും അതുപോലെ തന്നെ അവയ്ക്ക് ലഭിക്കുന്ന സാലറിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിലെ ഓഫീസർ പോസ്റ്റിലേക്ക് ലഭിക്കുന്ന ഓരോ റാങ്കും അതുപോലെ തന്നെ അതിൽ ലഭിക്കുന്ന സാലറിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോസ്റ്റ് ഏതാണോ ആ ഒരു പോസ്റ്റ് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.